ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗാണ്. അതായത് TKS മൈക്ക് ടൈസൺ. അതായത് ഞങ്ങളുടെ ഒരു അത്രയും ഒരു ഫേവറേറ്റ് ഡോഗാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കെന്നലിൽ ഇപ്പോൾ ഉള്ള ഡോഗ്സിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഡോഗും മൈക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നിട്ട് ഏകദേശം 5-5.5 വർഷമായിട്ടുണ്ട്. അവൻ കുവൈറ്റിലെത്തിയിട്ട് അവനിപ്പോൾ ഒരു 7 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അവൻ ശരിക്ക് എന്താ പറയുക, ഒരു അഡൾട്ട് ഡോഗായാൽ തന്നെ ആയാലും ശരിക്കൊരു പപ്പീസിൻ്റെ പോലെയാണ് അവൻ്റെ ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും അവനെ വിത്തൗട്ട് ലീഷിൽ കൊണ്ടുപോകാം. അങ്ങനെ ഒരു എന്താ പറയുക, ക്യാറ്റ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനോ അവൻ പോവില്ല. അത്രയും സൂപ്പർ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അത്രയും നല്ലൊരു ഒബീഡിയൻ്റ് ഡോഗും കൂടിയാണ് മൈക്ക്. പിന്നെ ഇവൻ ഇപ്പം ഇതൊക്കെയും പറഞ്ഞാൽ തന്നെയായാലും അവന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് അവന് ഏറ്റവും കൂടുതൽ അവർ പറയണതാണ് അവൻ അനുസരിക്കാനും എല്ലാത്തിനും നിൽക്കുള്ളൂ. ഇപ്പം ഞാനും പിന്നെ എൻ്റെ ബോസും ഞങ്ങളുടെ അടുത്താണ് അവന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. നമുക്ക് നമ്മുടെ ഇപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അവൻ വിത്തൗട്ട് ലീഷിൽ വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഒരു വേറെ ഒന്നിനും അവൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ എന്താ, ഇവൻ്റെ പേര് ശരിക്കുള്ള പേര് TKS മൈക്ക് ടൈസൺ എന്നാണ് പേര്. TKS കെന്നൽ, അതായത് സെർബിയയിലുള്ള ഒരു കെന്നലിലാണ് അവനെ ബ്രീഡ് ചെയ്തിട്ടുള്ളത്. TKS തമാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ് അവൻ്റെ ബ്രീഡർ. ഇപ്പോൾ ഏകദേശം അവൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 69-70 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കും. ഒരു 65-70 ഉള്ളിൽ അവന് വെയിറ്റും ഉണ്ടായിരിക്കും. അപ്പം അത്രയും ഹെവി ഡോഗാണ്. പിന്നെ എന്താ പറയുക, ഇത്രയും ഇതായാലും അവൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പപ്പീസിൻ്റെ പോലെയാണ് അവൻ്റെ ക്യാരക്ടർ വരുന്നത്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഡോഗാണ്. അത്രയും സൂപ്പർ ക്യാരക്ടർ, എല്ലാം കൊണ്ടും നല്ല പ്രൊഡ്യൂസറാണ്. പിന്നെ അതുപോലെ പുറത്ത് കൺട്രി ചാമ്പ്യനൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ അവന് ആകെ എന്ന് പറയണത് ടോയോട് ഭയങ്കര ക്രേസാണ്. ടോയ്സ് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതും അവനെല്ലാത്തിനും അതിൻ്റേതായ രീതിയാവും. കാരണം അത്രയും ഒരു എന്താ പറയുക, അഡൾട്ട് ഡോഗാണ്, മെച്യൂർഡ് ആയിട്ടുള്ള ഡോഗാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. അവനങ്ങനെ എല്ലാവരുടെ അടുത്തും അവനൊരു ഇത് കൊടുക്കില്ല അവർക്ക്. മൈക്കിന് പിന്നെ 7 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അവൻ ഒരു യങ് ഡോഗിൻ്റെ പോലെയാണ് ഇപ്പോഴും അവൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാതും. കാരണം ഈ പ്രായത്തിലും അവനെ നമുക്ക് ഷോ ചെയ്യിക്കാം. അത്രയും ക്രീസാണ് അവന്, വർക്ക് ചെയ്യാനായാലും എല്ലാ കാര്യത്തിലും. അതേപോലെ തന്നെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അവനെ വിത്തൗട്ട് ലീഷിൽ കൊണ്ടുപോകാം. ഒരു ടെൻഷനും വേണ്ട. കാരണം അവൻ ഇപ്പോൾ വേറെ ഡോഗ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാരോ ക്രൗഡ് ആൾക്കാർ അതൊക്കെ ഉണ്ടെങ്കിലും അവൻ ഒരു തരത്തിൽ അവിടേക്ക് ഓടിക്കൊന്നും പോവില്ല. നമ്മൾ പറയണ നമ്മുടെ ഒപ്പം എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് കൊണ്ടുപോകാം. അത്രയും സൂപ്പർ ക്യാരക്ടറാണ്. ഞാൻ ബീച്ചിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അവനെ. അപ്പോൾ ഒന്നിനും ആൾക്കൊരു പേടിയോ സംഭവങ്ങളൊന്നുമില്ല. ആൾക്ക് എല്ലാം ഹാപ്പിയാണ്, എല്ലാം ഭയങ്കര കോൺഫിഡൻസാണ്. അതിന് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം.
ഇത്രയും സൂപ്പർ ക്യാരക്ടറുള്ള ഡോഗിനെ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ലേ. അത്രയും സൂപ്പർ ക്യാരക്ടറാണ്. നമുക്ക് ഒരു ടെൻഷനും ഇവൻ തരില്ലേ. എത്ര എവിടേക്ക് എത്ര അകലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോയാലും നമ്മളുടെ ഒറ്റ വിളിയിൽ ആളെത്തും. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാണ്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ ഇപ്പോൾ വെള്ളത്തിനോ അല്ലെങ്കിൽ ഒന്നിനും അവന് അങ്ങനത്തെ ഒരു പേടിയോ സംഭവങ്ങളൊന്നുമില്ല. ടെക്കോ ടെക്കോ വായന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്. കാരണം അവൾ ഭയങ്കര എക്സൈറ്റിങ്ങിലാണ്. പിന്നെ കുറച്ച് ടയർഡായിട്ട് നിൽക്കണം. കാരണം മികവോടാ ഞാൻ അത് ആ പന്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ്ങും അതുപോലെ നീന്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഹാപ്പിയാണ്. Good boy! Good boy! Good boy! Go! കടലിലാണ് ആള് നീന്തുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. അവിടെ പന്ത് കളിക്കണ്ട കേട്ടോ. ഭയങ്കര രസമാണ് ആള്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് ഡോഗ്. ആയിരി വാ ഹായ് ഇതെല്ലാം കയറിടാ. വാ 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 Chicos, Dodi. Bravo. Bravo, baby. Bravo, baby. വെതർ അത്രയ്ക്ക് ശരിയല്ല. അപ്പം ഞാൻ അവനെ അധികം ഞാൻ അവനെ ഇതാക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് ആൾ അത്യാവശ്യം ടയേർഡാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ടോയ് ഉണ്ട്. അവന് ഭയങ്കര ക്രേസാണ് ടോയിൽ. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വരെ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് തട്ടി പറിക്കാൻ വരെ ഒന്നും ചെയ്യില്ല. കണ്ട അല്ല, നമ്മൾ കൊടുത്താൽ മാത്രം അവൻ പക്ഷെ ഇങ്ങനെ നോക്കി നടക്കും. കാരണം അവന് അത്രയും ക്രേസാണ് ടോയിൽ. അപ്പം എൻ്റെ കയ്യിൽ പന്തുണ്ട്. പക്ഷെ അവൻ അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നിൽക്കില്ലേ. കണ്ടോ കണ്ടോ, അത് ഞാൻ കൊടുത്താൽ മാത്രം അവൻ കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര അനുസരണയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോക്സ് അവൻ്റെ റൂമിലേക്ക് പോകട്ടോ. ഭയങ്കര അനുസരണയാണ്. ഞാൻ റൂം അടച്ചിട്ട് തന്നെ ഇല്ലേ. സൂപ്പർ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ക്യാരക്ടർ. ഞാൻ കണ്ടതിൽ വായിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ സ്വിമ്മിങ് കഴിഞ്ഞ് വന്നാലേ ഞാനിവരെ നമ്മുടെ ഫ്രഷ് വാട്ടർ കൊണ്ടൊന്ന് വെള്ളമടിച്ച് കഴുകും. കഴുകാന്ന് വെച്ചാൽ വെള്ളമടിച്ചിടും. കാരണം കടലിൽ ഉപ്പ് വെള്ളം പിന്നെ അതുപോലെ അത്ര നല്ല വെള്ളമൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളമടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ അവരെ കൂട്ടിൽ കയറ്റുള്ളൂ. സ്വിമ്മിങ്ങിന് പോയി വന്നിട്ട് ഇവിടെ വെള്ളമടിച്ച് ഡ്രൈ ചെയ്തു. ഇനി ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടീഷണർ ഉണ്ട്.
അപ്പോൾ ആ കണ്ടീഷണർ കൂടിയും അടിച്ചിടും. അപ്പോൾ സൂപ്പറായി. അപ്പോൾ പിന്നെ ഹെയറിനോ സ്കിന്നിനോ വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ നല്ല ഈ സീസണിൽ ഭയങ്കര ഈച്ചയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ കണ്ടീഷണറൊക്കെ പരട്ടി അത് സെറ്റായി. ഇനിയിപ്പോൾ കൂട്ടിലേക്ക് കയറ്റിയിടും. കണ്ടീഷണറൊക്കെ പരട്ടി ആൾ സുന്ദരനായി. ഇനിയിപ്പോൾ ഉള്ള മെയിൻ പരിപാടി റൂമിൽ പോവുക, സുഖമായിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ.